ലാസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സി എ എടുക്കുന്നതിന് മുന്നേ എൻ്റെ ലൈഫിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സി എ എടുത്തു കഴിഞ്ഞ് എന്തോ ലൈക്ക് ഞാൻ വേറെ ഏതോ യൂണിവേഴ്സിൽ പോയൊരവസ്ഥയാണ്. കാരണം ഇവരാരും ഇല്ല. പിന്നെ നമ്മുടെ ഡിസിഷനെ ക്രിട്ടിസൈസ് ചെയ്യാം, ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട, ഇത് വേറൊരു കാര്യം. പക്ഷെ നമ്മളെ തന്നെ ലാസ്റ്റ് എന്താണ് ഹേറ്റായി നമ്മൾ പിന്നെ അവരുടെ ലൈഫിലൊരു പാർട്ടല്ല എന്നതായി. പിന്നെ എനിക്കിതിൽ വലിയ ഇതിലൊന്നുമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം സി എടുത്തു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അവർ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സത്യം, പ്രത്യേകിച്ച് ആർട്ടിക്കിൾഷിപ്പ് ടൈമിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. കാരണം അത്രയും നമ്മൾ പ്രഷറൈസ്ഡ് ആവുന്ന ഒരു പീരീഡാണ് ആർട്ടിക്കിൾഷിപ്പിൽ. പിന്നെ എല്ലാവരുടെയും ആർട്ടിക്കിൾഷിപ്പ് ആ ഒരു ജേർണി അങ്ങനെ ആയിരിക്കണമെന്നുമില്ല. ചിലവരുടെ നല്ല സ്മൂത്ത് ആയിരിക്കും ആ ഒരു ജേർണി, ചിലവരുടെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും, ചിലവരുടെ ട്രോമറ്റൈസിങ് ആയിരിക്കും, ചിലവരുടെ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിരിക്കും. അങ്ങനെ പല പല ഒരു റോളർ കോസ്റ്റർ ആണത്. സോ എൻ്റെ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് വളരെ വളരെ കുറവായിരുന്നു ആ ടൈമിൽ. എന്നെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ടോട്ടലി അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്രയും ഉണ്ട്, നമുക്ക് നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട പല പല കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്കൊന്നുമില്ല പറയാൻ. കാരണം നമുക്ക് തന്നെ സമയമില്ല ഇതിനെക്കുറിച്ച് പറയാനോ അവരുടെ അടുത്ത് പോയി മിണ്ടാനോ. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ടൊന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ലൈക്ക് ആരൊക്കെയോ കുറേ പേര് പറഞ്ഞിട്ടുള്ള കാര്യം, നിനക്ക് സി എക്കകത്ത് ഈ പേപ്പർ ഡിഫിക്കൽട്ടാണ്, സോ ഇതിനകത്ത് കിട്ടത്തില്ല. അത് ഫസ്റ്റ് എന്നെ ഇമ്പാക്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അതിനെ ഇരുന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് സെക്കൻഡ് ടൈമിൽ ഞാൻ അത് എഴുതിയപ്പോൾ ഏറ്റവും കൂടുതൽ അതിനായിരുന്നു എനിക്ക് മാർക്ക്. സോ ഇതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ വിചാരിച്ചാൽ പറ്റും, അല്ലാതെ മറ്റുള്ളവർ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മൈൻഡ് നമ്മുടെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ആക്ച്വലി റിയാലിറ്റിയിൽ സംഭവിക്കുന്ന ഈ പറ്റത്തില്ല എന്ന് തന്നെ.